ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കോഹ്ലി കണ്ട് തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതിനുള്ള കാരണം ഞാൻ കണ്ടത് ലോകേഷിൻ്റെയോ അല്ലെങ്കിൽ രജനീകാന്തിൻ്റെയോ മൂവി തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. അതിനുള്ളൊരു കാരണം ഇവരുടെ മുമ്പത്തെ മൂവീസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പഞ്ചോ അല്ലെങ്കിൽ ആ ഒരു വൈബോ ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. ഈവൻ ദോ ഒരുപാട് പേര് കേട്ട ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ കാസ് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ കൂടെയും ലൈക്ക് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്, റിട്ടൺ ബൈ ലോകേഷ് കനകരാജ്, ചന്ദ്രു അൻപഴകൻ, എഡിറ്റിംഗ് ബൈ ഫിലോമിൻ രാജ്, സിനിമാറ്റോഗ്രാഫി ബൈ ഗിരീഷ് ഗംഗാധരൻ, മ്യൂസിക് ബൈ അനിരുദ്ധ്, സ്റ്റണ്ട് ബൈ അൻപറിവ്. എന്നിട്ടും പിന്നെ കാസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന, സത്യരാജ്, ഉപേന്ദ്ര, സൗബിൻ, ശ്രുതി ഹാസൻ, അങ്ങനെ ഒരു വൻപൻ താരനിര. എന്നിട്ടും ഫൈനൽ ഔട്ട്കം ശോകം. ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ കലങ്ങിയില്ല, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയിട്ട് ഒരു മാസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി കണ്ട് തിരിച്ചു വരാൻ എന്ന് വിചാരിച്ച് പോയ എനിക്ക് മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഫീലിംഗാണ് കിട്ടിയത്. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മൂമെൻറ്റ്സിൽ ആൾക്കാർ കൈയടിച്ചു എന്നല്ലാതെ മൊത്തം ഹൗസ്ഫുള്ളായിട്ടുള്ള തിയേറ്റർ മൊത്തം നിശബ്ദമായിരുന്നു. സോ അങ്ങനത്തെ ഒരു മൂമെൻറ്റ്സ് ഈ പടത്തിലില്ല. എന്തുകൊണ്ടാണ് ലോകേഷിന് ഇത് പറ്റിയതെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിയുടെ പടത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, എസ്പെഷ്യലി കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അടിപൊളി ഫൈറ്റ് സീക്വൻസസ്, ഇതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഈവൻ ദോ അൻപറിവാണ് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കണമെങ്കിലും ഒറ്റ ഫൈറ്റ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മറ്റേ രജനീകാന്ത് ചെയ്തതിൻ്റെ അതിൻ്റെ ഒന്നുമില്ല, എന്താണെന്നറിയില്ല, ഒരു പഞ്ചില്ലായിരുന്നു ഒരു ഫൈറ്റിനും. സോങ്സ് ബൈ അനിരുദ്ധ് നല്ലതായിരുന്നു, ബട്ട് അതിൻ്റെ കൂടെ പറയേണ്ടത് സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റാണ്. ഒരാവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് സോങ് കൊണ്ട് പ്ലേ ചെയ്തേക്കുന്നത്. ആ മോണിക്ക എന്നുള്ളൊരു സോങ് എന്തിനാണ് ആ പടത്തിൽ ഉള്ളതെന്ന് പോലും അറിയില്ല. പിന്നെ അതുള്ളതുകൊണ്ട് അതെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടി. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ രജനീകാന്ത് ആസ് യൂഷ്വൽ നല്ലോണം ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ജയിലറിയുന്നോ അല്ലെങ്കിൽ വിക്രത്തിൽ കമൽഹാസൻ ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു പവർ ഇതിൻ്റെ അകത്തില്ല. പിന്നെ സൗബിൻ ഫുൾ ഒരു മുഴുനീള ക്യാരക്ടറാണ്. പക്ഷേ സൗബിൻ്റെ ക്യാരക്ടർ വെച്ച് പറയുമ്പം ആ ഡാൻസ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളി ആ ഒരു റോളിൽ കുറച്ചും എനിക്ക് അത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. നല്ലോണം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി. ബാക്കി പിന്നെ പറയാനായിട്ട് നാഗാർജുനയുടെ ക്യാരക്ടറാണ് കുറച്ചും കൂടി ഉള്ളത്. പുള്ളി അത്യാവശ്യം ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒരു ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഇല്ല, ഒരു ക്യാരക്ടറൈസേഷൻ വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ക്യാമിയോസ്. എന്തിനാണ് ക്യാമിയോസ്? ഉപേന്ദ്ര ഓക്കെ ആയിരുന്നു, ബട്ട് അമീർ ഖാൻ ശോകം. പുള്ളി എന്തിനാണ് ഇതിൽ അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ സൂര്യയുടെ ആ ഒരു വിക്രത്തിലുള്ള ക്യാമിയോനെ നമിച്ചു പോകണയാണ്. അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഒന്നും പറയാനില്ല. ഓൺ ദ ഹോൾ പടം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ക്യാ വരാതെ ഹേ ബായി എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. പോസിറ്റീവായിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ആകെ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ സോങ്സ്. പിന്നെ വെച്ചിട്ട് രജനീകാന്തിൻ്റെ പഴയ കാലം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഈ പടം കാണാൻ പോകുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ജയിലറോ അല്ലെങ്കിൽ വിക്രമോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാതെ ഒരു സാധാരണ പടം കാണാൻ പോണ പോലെ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് ഇഷ്ടപ്പെടും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. സോ കാണാത്തവർ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.